മുത്തപ്പൻ പറയാം. അവിടെ ഈ ബ്രാൻഡി, കള്ള്, ബീഡി, മറ്റേ ചോറും കറിയും വെച്ചിട്ട് ഒരു ചെറിയൊരു പൂജയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും ഭക്ഷണം കൊടുക്കാം. ഇവിടെ ബലി കൊടുക്കുന്നത് അവിടെയാണ്. ഹലോ, അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. പാലക്കാട് എത്തിയ നമ്മൾ മലമ്പുഴ ഡാമും കണ്ട് വീണ്ടും കൊല്ലങ്കോട്ടെ മലമ്പുഴ ഡാമിൻ്റെ മനോഹരമായ വീഡിയോയും അതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ എങ്ങനെ എത്തിയെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണുക. മറ്റേ കെട്ടി ഓരോരുത്തർക്ക് വേണ്ട സാധനം ഉണ്ടാക്കിയിടുന്നതാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാടുള്ള കൊല്ലങ്കോട്ടെ അധികം ആരും കാണാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കൊല്ലങ്കോടുള്ള ചിണ്ടഞ്ചിറ കറുപ്പുസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ നിങ്ങളോർക്കും എന്തൊക്കെയോ കെട്ടിയിട്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വീടാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും തൊട്ടിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആയിരങ്ങൾ അതിൻ്റെ മിനിയേച്ചർ രൂപം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് ലഭിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂജാരി ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും പുള്ളിക്കാരി തിരക്കായതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോയില്ല. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ കോഴിയെ ബലി കൊടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ കോഴിയുടെ പപ്പും കൂറയൊക്കെ ഒത്തിരി കിടക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. മറ്റേ കുട്ടികളില്ലാത്തവർക്ക് മറ്റേ തൊട്ടിൽ വാങ്ങിയിട്ട് കല്യാണം കഴിയാത്തവർക്ക് ഒരു ഷർട്ടുണ്ട് കടയിൽ നിന്ന് ഷർട്ട് വാങ്ങി അവിടെ കെട്ടിയാണ്. അത് കാര്യം നടന്നതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നതിന് ശേഷം ആടെ കോഴി കൊണ്ടുവന്ന് ഇവിടെ ബലി കൊടുക്കും. അതവിടെ നോക്കി അവിടെ ബലി കൊടുത്തതിന് ശേഷം ചോറും കറി ആയതിനു ശേഷം അവിടെ മുത്തപ്പൻ പേരാടി മുത്തപ്പൻ പറയാം. അവിടെ ഈ ബ്രാൻഡി, കള്ള്, ബീഡി, മറ്റേ ചോറും കറിയും വെച്ചിട്ട് ഒരു ചെറിയൊരു പൂജയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും ഭക്ഷണം കൊടുക്കാം. ഇവിടെ ബലി കൊടുക്കുന്നത് അവിടെയാണ്. സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ അമ്പലം. ഒടിയനും കുഞ്ഞിരാമായണവും അങ്ങനെ നിരവധി മലയാള സിനിമകളും അതുപോലെ തന്നെ മറ്റു ഭാഷാ ചിത്രങ്ങളുമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ആരും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോഴിബലിയോ നരബലിയോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. നമ്മളിത് കാണുക മാത്രം ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ആൽമരം ഒരുപാട് സംരക്ഷിച്ചു പോരുന്നൊരു സ്ഥലം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ തണലും എത്ര വെയിലേറ്റാലും നല്ല തണലുള്ള ഒരു സ്ഥലം തന്നെയാണ്. മനോഹരമായിട്ട് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഇതാ ഈ നോട്ടീസിൽ പറയും. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലങ്കോട് വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന മറ്റൊരു കാഴ്ച കൂടി ഞങ്ങൾ കണ്ടു. പഴയ കാലത്തെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു സ്ഥലം. പിന്നീട് ഞങ്ങൾ പഴയ 50 വർഷത്തോളം പഴക്കമുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ കയറി. ഇതും ഒരു കൊല്ലങ്കോട്ടെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. 50 വർഷത്തോളമായിട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യയും കൂടി നടത്തുന്ന ഒരു ചായക്കടയാണിത്. ഇവിടുത്തെ നല്ലൊരു ചായയും കുടിച്ച് ഒരു പരിപ്പ് വടയും കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഉണ്ടായത്. എന്തായാലും 50 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന